ഓനക്ക് സംസാരിക്കണമെന്നും മിണ്ടണമെന്നൊക്കെ ഉണ്ട്. ഓനക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അവനോടും ഇങ്ങനെ പറയാം, മറ്റവനോടും പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരെയും അടുപ്പിക്കാൻ റുഖ്സാന്നാ പറയാം. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. ചില സന്ദർഭങ്ങളിൽ അനുവദിക്കുന്നുണ്ട്, ചില സമയത്ത് അത് സുന്നത്തായി വരുന്നുണ്ട്, ചില സമയത്ത് കളവ് പറയൽ നിർബന്ധമായും വരുന്നുണ്ട്. 3 അടയാളങ്ങളാണ് മുനാഫിക്കിനുള്ളത്. അതിലൊന്ന് ഇദാ ഹദ്ദസ കദബ, തൊള്ള തുറന്നാല് കളവേ വരുള്ളൂ. ചിലപ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കാനായിരിക്കും. നമ്മളെ ഭാഷയിൽ പറഞ്ഞ തള്ള് മാത്രമേ ഓന്റെ തൊള്ളിയൂടെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇക്കോലത്തിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ കളവ് മാത്രമേ പറയുള്ളൂ. ഇത് മുനാഫിക്കിന്റെ അടയാളമാണ്. പരിശുദ്ധമായ ഇസ്ലാമില് കളവ് പറയുക എന്നത് വൻദോഷങ്ങളിൽ പെട്ടതാണ് എന്ന് നമുക്കറിയാം. ചില സന്ദർഭങ്ങളിൽ കളവ് പറയൽ അനുവദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് സുന്നത്താവും, ചിലപ്പോൾ നിർബന്ധമായും വരും. അതിന് റുഖ്സാന്നാ പറയാം. അത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. ചില നിർബന്ധ ബാധ്യതകൾ അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് പരിശുദ്ധമായ ഇസ്ലാം ലഘൂകരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അക്കൂട്ടത്തിൽ കളവ് പറയലും ചില സന്ദർഭങ്ങളിൽ അനുവദിക്കുന്നുണ്ട്. ചില സമയത്ത് അത് സുന്നത്തായി വരുന്നുണ്ട്, ചില സമയത്ത് കളവ് പറയൽ നിർബന്ധമായും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല. പരിശുദ്ധമായ ഹദീസുകളിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കളവ് പറയൽ അനുവദനീയമായ ചില സന്ദർഭങ്ങൾ. കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഒന്ന്, യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് ശത്രു രാജ്യങ്ങളിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് ചിലപ്പോ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് കളവ് പറയൽ അനിവാര്യമായി വരും. ഇല്ലെങ്കിൽ നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസം വന്നേക്കും. ആ പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടി കളവ് പറയാം. മറ്റൊന്ന് സുലഹിന് വേണ്ടിയിട്ടാണ്. രണ്ടാളുകൾക്കിടയിൽ തർക്കമുണ്ട്, ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കളവ് കൊണ്ട് ആ തർക്കം പരിഹരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ചിലപ്പോൾ കളവ് പറയൽ കൊണ്ട് ആ തർക്കം ഒന്നുകൂടി അധികരിക്കാൻ സാധ്യത ഉണ്ടാവും. ആ സമയത്ത് പറഞ്ഞാൽ അത് ഒന്നുകൂടി വലിയ തെറ്റിലേക്ക് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്യേണ്ടതാണ്. രണ്ടാളുകൾക്കിടയിൽ സുലഹ് ഉണ്ടാക്കാൻ ഓൻ എന്നെ കുറിച്ച് നല്ലതേ പറയാറുള്ളൂ, ഓനക്ക് സംസാരിക്കണമെന്നും മിണ്ടണമെന്നൊക്കെ ഉണ്ട്, ഓനക്ക് അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ അവനോടും ഇങ്ങനെ പറയാം, മറ്റവനോടും പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരെയും അടുപ്പിക്കാൻ ശ്രമിക്കാം. ഇതിനു വേണ്ടി കളവ് പറയാമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. മൂന്നാമത്തെ കാര്യം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണ്. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്നിനും കൊള്ളൂല, ഞമ്മളത് കൊള്ളൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ബന്ധം തന്നെ ഇല്ലാതായി പോകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവാൻ സാധ്യത ഉണ്ട്. ആ സമയത്ത് നല്ല ഭക്ഷണമാണ് എന്ന് കളവ് പറയാം. അത് പറ്റുമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എന്നെ കാണാൻ ഭയങ്കര ചൊറുക്കുണ്ടല്ലോ എന്നൊക്കെ വെറുതെ പറയാം. ഇതിങ്ങനെ പറയുമ്പോ അടുപ്പം കൂടാൻ സാധ്യത ഉണ്ട്, ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളവ് പറയാമെന്നാണ്. എന്നാൽ ചിലപ്പോ നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് നേരം വൈകി വീട്ടിലെത്തുമ്പോ കളവ് പറയുന്നത് ഇതിൽ പെടൂലട്ടോ. ടാക്സിക്കാർക്കുണ്ട് ഒരു കളവ് പറയല്. എങ്ങനെ, നിങ്ങൾ എവിടെ എത്തിയെന്ന് വെച്ചുമ്പോ ഞാനിതാ വേങ്ങര എത്തിന്ന് പറയും. പെരീന്ന് ഇറങ്ങിയിട്ട് കൂടി ഉണ്ടാവില്ല, വേങ്ങര എത്തിക്കണെന്ന് പറയും. അതൊന്നും ഈ കൂട്ടത്തിൽ പെടുത്താൻ പാടില്ല എന്ന് കൂട്ടത്തിൽ ചേർത്ത് പറയാം. പക്ഷേ മഹത്തുക്കളായ ഫുഖഹാക്കൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിലൊക്കെ തൗരിയത്താക്കലാണ് വേണ്ടത് എന്നാണ്. തൗരിയത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ചൊരു വിഭാഗം ഭരണത്തിലേറുകയും അല്ല എന്ന് പറയുന്ന സുന്നി പണ്ഡിതന്മാരെ മുഴുവനും കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഷാഫി ഇമാമിനെയും പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ ഷാഫി ഇമാമ് അവിടെ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. അത് തൗരിയത്ത് എന്നാ പറയാം. വിശുദ്ധമായ ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആന് ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞപ്പോ വെറുതെ വിട്ടുന്ന. ഈ ഇതൊക്കെ എന്ന് പറയുമ്പോ ഈ കൈയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ മനസ്സിൽ ഒന്ന് ഉദ്ദേശിച്ചിട്ട് പുറത്ത് വേറൊന്ന് പറയുന്നതിനാണ് തൗരിയത്ത് എന്ന് പറയാം. ഈ ഒരു അവസ്ഥയാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടത് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. കളവ് പറയൽ അത്രമേൽ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്.